ലേലം വിളിക്കുമ്പോൾ 10 രൂപ എന്ന് പറയണത് 1000 രൂപയാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. 12 12 രൂപ 12 13 13 13 13 14 14 14 14 14 14 ലേലം വിളിയൊക്കെ കഴിഞ്ഞൊന്ന് ഞാൻ നോക്കിയപ്പോൾ തൊഴിലാളികളൊക്കെ വിശ്രമിക്കാനാണ് ഈ കാണുന്നത്. നമ്മളെ കടലിനോട് ചേർന്ന് തന്നെ അവരവരെ ബോട്ടൊക്കെ ഇട്ട് വള്ളം, ഈ വള്ളത്തും ഇരുന്ന് ഓരോ കഥകളും പറച്ചിലുകളൊക്കെ പറഞ്ഞ് വിശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ അഴീക്കോട് ഹാർബറാണ്. ഇവിടെ ഇങ്ങനെയാണ് ലേലം വിളിച്ച് മീൻ എടുക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് പുറത്തേക്ക് ആയാലും ഒരുമിച്ച് മീൻ കൊണ്ടുപോകാനായാലും ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസാര വിലയ്ക്ക് മീൻ കിട്ടുകയും ചെയ്യും. ശരിക്ക് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അപ്പം തന്നെ കിട്ടും. നല്ല ഫ്രഷ് സാധനം. ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മായവും ചേർക്കാത്ത സാധനം. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് വലയെന്ന് അത് കോർത്തിട്ടിട്ട് അത് ലേലത്തിന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കോർക്കണ തൊഴിലാളികളാണ് ഈ കാണുന്നത്. ഇവർ വെളുപ്പാൻ കാലത്ത് പോയിട്ട് 4 മണിക്കോ 5 മണിക്കോ പോയി കിട്ടണ മീനാണ് ഈ വലയിൽ നിന്ന് കോർത്ത് എടുക്കണത്. ഇത് കുറേ നേരത്തെ പരിപാടിയാണ്, പറയണ പോലെയല്ല. ഇത് കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഇത് മീൻ പിടിക്കാനും ഈ വലകളുടെയും ഈ വഞ്ചികളുടെയും ബോട്ടിൻ്റെ ഒക്കെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വിലയാണ്. ചില ടൈമിൽ ഈ വലയൊക്കെ പോയിട്ട് ഇവർക്ക് നല്ലോണം നഷ്ടവും സംഭവിക്കും. നമ്മൾ പറയാറുണ്ട് ഇവർക്ക് നല്ലോണം പൈസ കിട്ടാറുണ്ടെന്ന്. പക്ഷെ അതനുസരിച്ച് ഇവർക്ക് ചിലവുമുണ്ട്. ഡീസല്, വല നഷ്ടം, അങ്ങനെ പല പല കാരണങ്ങൾക്ക് നല്ല ചിലവുമുണ്ട്. വലയിൽ നിന്ന് കിട്ടണ മീൻ ഒരു കൊട്ടയിലാക്കിയിട്ട് അത് ലേലത്തിൽ കൊടുക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെ എല്ലാ കമ്മീഷനും കഴിച്ചൊരു തുക കിട്ടും. അതാണ് ഈ ഹാർബറിൽ നിന്ന് മീൻ വാങ്ങണമെന്ന് പറയണത്. പക്ഷേ നല്ല സാധനം കിട്ടിക്കോളും. ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു ടീം നമ്മളെ വള്ളമായിട്ട് വരുന്നുണ്ടായി. ഇവരും വെളുപ്പിന് തന്നെ പോയേക്കായിരുന്നു മീൻ പിടിക്കാൻ. അവർ വന്ന് അത് കഴിഞ്ഞ് നേരെ മീൻ കൊടുക്കാനാണ് ഇവർക്ക്. വെളുപ്പിന് തന്നെ നമ്മൾ കടലിൽ പോയി വലയിട്ട് മീൻ പിടിച്ച് നേരെ ഹാർബറിലേക്കാണ് ആദ്യം വരുന്നത്. എന്നിട്ട് ഇവർക്ക് കറിക്കുള്ള ആദ്യം തന്നെ ഇവർ മാറ്റി വെക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മീൻ ഇവർ നമ്മൾ ലേലത്തിൽ കൊടുക്കും. അതാണ് ഇവർക്ക് കിട്ടണ പൈസ എന്ന് പറയുന്നത്, ഇവരെ കൂലി. അത് മീനിപ്പോൾ നല്ല വില കൂടിയ ടൈമാണ്, കാരണം മീൻ കുറവാണ്. സാധാരണ ഹാർബറിൽ ഇങ്ങനെയല്ല. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. നമുക്കൊക്കെ കറിക്ക് വേണമെങ്കിൽ അവർ ഫ്രീ ആയിട്ടും തരും. നമ്മളെ പരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞാലും നമുക്ക് കറിക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് തരും. അതിനൊന്നും ഒരു മടിയില്ല ഇവർക്ക്. അന്നം കൊടുത്ത് ഇവർ നേടിയെടുക്കുന്നതാണ്. ഇത് കൊണ്ടുപോയി കൊട്ടി ഇതിൽ ഇലത്തിൽ കൊടുക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നല്ല പച്ച മീൻ എന്ന് പറയണ പോലെ വറക്കാനും
ഒക്കെ ഇഷ്ടം പോലെ കിട്ടണ സാധനങ്ങളാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് ദേ ഒരുത്തൻ മീനും കൊണ്ട് മോഷ്ടിച്ച് പോണത്. അപ്പോൾ അതൊരു കാഴ്ചയായിരുന്നു. പിന്നെ ചിലവർ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കണതാണ്. ഇവരും അതെ ഈ ഹാർബറിൻ്റെ സൈഡിൽ നിന്ന് ചൂണ്ടിട്ട് മീൻ പിടിച്ചേക്കണതാണ്. ഇവർ കുറച്ച് നേരമായി പറഞ്ഞിട്ട് നിൽക്കണത്. പക്ഷേ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് ഇവർക്ക്. ഇപ്പം തന്നെ പിടിച്ച 2 മീനുകളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഇത് ബോട്ടാണ്. നമ്മളെ മുനമ്പത്തേക്കും അഴീക്കോട് ജങ്കാർ സർവീസ് ഇപ്പോൾ നിർത്തലാക്കി. അതിന് പകരം ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ബോട്ടുകളാണ്. ഇപ്പോൾ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഈ ബോട്ടാണ് ആശ്രയം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പാലത്തിൻ്റെ സൈഡിലേക്കൊന്ന് പോയി. അപ്പോഴാണ് കാണുന്നത് പടുകൂറ്റൻ പാലത്തിൻ്റെ സാധനം. ഇതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ പാലം പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരുവിധം ആയിട്ടുണ്ട്. ഫില്ലറുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പാലം നന്നായി അന്ന് അത്യാവശ്യം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണികൾ തീരും തോറും നമുക്ക് ഹാർബറിലേക്ക് വേഗം പോകാം. അതന്നെ ഒരു ഭാഗ്യം. കാരണം മുനമ്പ ഹാർബറിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ബോട്ടുകളൊക്കെ എത്തണതാണ്. അപ്പോൾ മീനുകളൊക്കെ നല്ല ലാഭത്തിന് കിട്ടും എന്തായാലും. ഏറ്റവും നല്ലത് ഹാർബർ ഉള്ളിടത്തൊക്കെ കൂടുതലും ഏറ്റവും നല്ലത് അവിടെ പോയി മീൻ വാങ്ങണതാണ്. കുറച്ച് കാശിന് പിടിച്ചാലും കുറേ നാൾക്കുള്ള മീനുണ്ടാവും. അതാണ് നമുക്ക് ഭാഗ്യം. അങ്ങനെ അത് കഴിഞ്ഞ് നടന്നപ്പോൾ ഒരു പഴയ ബോട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ അവിടേക്കൊക്കെ നടക്കലായിരുന്നു കൂടുതലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.